നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വൃശ്ചിക മാസത്തിലെ ഏകാദശിയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഗുരുവായൂർ ദേവസ്വത്തിന് തിരിച്ചടി. വൃശ്ചിക മാസത്തിലെ ഉദയാസ്തമന പൂജ ഡിസംബർ 1 തന്നെ നടത്തണമെന്ന് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഭരണപരമായ സൗകര്യം വെച്ച് തന്ത്രിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്ന് കോടതി. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര വെള്ളിയാഴ്ച നടക്കും. ശനിയാഴ്ച മുതൽ ഏകാദശി വിളക്കാഘോഷങ്ങൾക്ക് തുടക്കമാകും. കടവല്ലൂർ കൊരട്ടിക്കര പാടശേഖരത്തിലെ വിരിപ്പ് കൃഷിയുടെ കൊയ്ത്ത് തുടങ്ങി. നെല്ല് സമയബന്ധിതമായി മില്ലുകാർ കൊണ്ടുപോയില്ലെങ്കിൽ മഴയും മഞ്ഞുമേൽക്കാതെ സൂക്ഷിക്കേണ്ടി വരുന്നത് അധിക ചെലവിനിടയാക്കുമെന്ന് കർഷകർ. വാർത്തകൾ വിശദമായി. വൃശ്ചിക മാസത്തിലെ ഏകാദശിയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഗുരുവായൂർ ദേവസ്വത്തിന് തിരിച്ചടി. വൃശ്ചിക മാസത്തിലെ ഉദയാസ്തമന പൂജ ഡിസംബർ 1 തന്നെ നടത്തണമെന്ന് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഭരണപരമായ സൗകര്യം വെച്ച് തന്ത്രിക്ക് തീരുമാനം എടുക്കാനാകില്ലെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. ദേവന്റെ പ്രഭാവം വർദ്ധിക്കാനാണ് ഓരോ പൂജയും നടത്തുന്നത്. പൂജാരീതികളെക്കുറിച്ച് വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. തന്ത്രിക്ക് ഒറ്റയടിക്ക് ഇത് മാറ്റാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം തുലാമാസത്തിലെ ഉദയാസ്തമന പൂജ നവംബർ 2 നടത്തുന്നതിൽ തടസ്സമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വൃശ്ചിക മാസ ഏകാദശിയിലെ ഉദയാസ്തമയ പൂജ മാറ്റിയതിനെതിരെ പുഴക്കര ചേനാസ് മനയിലെ ചില അംഗങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. വർഷങ്ങളായി പിന്തുടരുന്ന ഗുരുവായൂരിലെ ക്ഷേത്രാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പൂജകൾ എന്നിവയിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. പുഴക്കര ചേനാസ് മനയിലെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഈ ഹർജിക്ക് പിന്നിലെന്ന് അഡ്മിനിസ്ട്രേറ്റർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ തന്ത്രിക്ക് ഏകപക്ഷീയമായി തീരുമാനമെടുക്കാനാകില്ലെന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. അതിന് ദേവപ്രശ്നം നടത്തണമെന്നും ഹർജിക്കാർ കോടതിയിൽ പറഞ്ഞു. ഹർജിക്കാരുടെ വാദം പരിഗണിച്ചാണ് കോടതി വിധി. അതേസമയം ഈ കേസ് പരിഗണിക്കുന്നത് കാരണം താൻ ഗുരുവായൂരിൽ ദർശനം നടത്തിയില്ലെന്നും ജഡ്ജി JK മഹേശ്വരി കേസ് പരിഗണിക്കുന്നതിനിടെ പറഞ്ഞു. ജസ്റ്റിസ് രവികുമാറിന്റെ മകളുടെ വിവാഹത്തിന് താൻ ഗുരുവായൂരിൽ പോയിരുന്നു. മറ്റു ജഡ്ജിമാർ ദർശനം നടത്തിയപ്പോഴും താൻ ദർശനം നടത്തിയില്ല. അതിന് കാരണം ഈ കേസ് പരിഗണിക്കുന്നതാണെന്ന് JK മഹേശ്വരി പറഞ്ഞു. ഗുരുവായൂർ ഏകാദശിക്ക് നൂറ്റാണ്ടുകളായി നടത്തിവന്നിരുന്ന ഉദയാസ്തമയ പൂജ മാറ്റിയതിനെതിരെ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് സ്വാഗതം ചെയ്ത് ജ്യോതിഷ സംഘടനകൾ. ആചാരങ്ങൾ അതേപടി തുടരണമെന്ന കോടതി നിരീക്ഷണം വിശ്വാസികൾക്ക് ആശ്വാസമാണെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി സംസ്ഥാന ചെയർമാൻ ബേപ്പൂർ മുരളീധര പണിക്കർ അറിയിച്ചു. ആചാരലംഘനം ഹൈന്ദവ ജനതയോടുള്ള വെല്ലുവിളിയാണെന്നും തന്ത്രിയല്ല തന്ത്രശാസ്ത്രമാണ് അവസാന വാക്ക് എന്നും കാക്കശ്ശേരി രവീന്ദ്രൻ പണിക്കർ അറിയിച്ചു. ആചാരലംഘനം നടത്തിയ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി പിരിച്ചുവിടണമെന്ന് ജ്യോതിഷ സഭാ സംസ്ഥാന ചെയർമാൻ വിജീഷ് പണിക്കർ കോഴിക്കോട് പറഞ്ഞു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പാവർട്ടി സ്വദേശികളായ വെള്ളറ ജിതിൻ രാജ്, ചൊവ്വല്ലൂർ സ്വദേശി റോൾഫ്, ഗുരുവായൂർ സ്വദേശി പൂവത്തൂർ മിഥുൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര വെള്ളിയാഴ്ച നടക്കും. ശനിയാഴ്ച മുതൽ ഏകാദശി വിളക്കാഘോഷങ്ങൾക്ക് തുടക്കമാകും. ഗുരുവായൂർ ദേവസ്വം പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വിളംബര ഘോഷയാത്ര നടത്തുന്നത്. വൈകിട്ട് സത്രം ഗേറ്റിൽ നിന്ന് ആരംഭിച്ച ക്ഷേത്രത്തിന് പുറത്ത് പ്രദക്ഷിണം ചെയ്യും. തുടർന്ന് കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിൽ ദീപോജ്വലനം നടത്തും. കാര്യാലയ ഗണപതിക്ക് വിശേഷാൽ പൂജ, കേളി, പുഷ്പാലങ്കാരം, ദീപാലങ്കാരം, പ്രസാദ വിതരണം എന്നിവയും ഉണ്ടാകും. പാലക്കാട് പറമ്പോട്ട് അമ്മിണിയമ്മയുടെ വകയാണ് ആദ്യ ദിവസത്തെ വിളക്കാഘോഷം. ക്ഷേത്രനഗരിയെ ഉത്സവലഹരിയിലാക്കി വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും മത്സരബുദ്ധിയോടെ 30 ദിവസം ചുറ്റുവിളക്ക് തെളിയിക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ മേളത്തോടെയുള്ള ശീവേലി എഴുന്നള്ളിപ്പ്, രാത്രി വിശേഷാൽ ഇടയ്ക്കവാദ്യം, നാഗസ്വരം എന്നിവയോടെയുള്ള വിളക്കെഴുന്നള്ളിപ്പ്, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളും ഉണ്ടാകും. ഏകാദശിയോടനുബന്ധിച്ചുള്ള പ്രശസ്തമായ ചെമ്പൈ സംഗീതോത്സവം നവംബർ 16 തുടങ്ങും. 17 രാവിലെ മുതലാണ് സംഗീതാർച്ചനകൾ ആരംഭിക്കുക. തുടക്കക്കാർ മുതൽ പ്രഗത്ഭർ വരെ ഗുരുവായൂരപ്പന് മുമ്പിൽ സംഗീതാർച്ചന നടത്തും. ഡിസംബർ 1 പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം ഗുരുവായൂർ നഗരസഭ ഏറ്റുവാങ്ങി. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് പുരസ്കാരം സമ്മാനിച്ചു.
10 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. നഗരസഭാ ചെയർപേഴ്സൺ എം കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ് എന്നിവരാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഭൂമിയിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയുടെ 100% പോലും പുരുഷൻ അനുഭവിക്കുന്നില്ലെന്ന് കവിയും മാധ്യമപ്രവർത്തകനുമായ സുബീഷ് തെക്കൂട്ട് പറഞ്ഞു. പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC വിദ്യാർത്ഥികൾക്കായി അറിവ്, ആനന്ദം, ജീവിതം എന്ന വിഷയത്തിൽ ക്ലാസ് നയിക്കുകയായിരുന്നു അദ്ദേഹം. ശാരീരികവും മാനസികവുമായി ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന പുരുഷന് പങ്കിട്ടെടുക്കാൻ പോലും ആകാത്തതാണ്. അതിനാൽ സ്ത്രീയെ അറിയാനും അംഗീകരിക്കാനും പുരുഷൻ തയ്യാറാകണം. റിലേഷൻഷിപ്പിനിടയിലോ പ്രണയാഭ്യർത്ഥന നിരസിച്ചുകൊണ്ടോ അവൾ നോ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഓരോ ആൺകുട്ടിക്കും സാധിക്കണം. പെട്രോൾ ഒഴിച്ച് തീ വെച്ചു കൊല്ലുകയല്ല, കൂടുതൽ സ്നേഹത്തോടെ ആ പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടത്. ആത്മഹത്യയോ മദ്യമോ മയക്കുമരുന്നോ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. ഒപ്പമുള്ളവരെ സഹായിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ ഭൂമിയിൽ ജീവിക്കേണ്ടതുണ്ട്. യുദ്ധങ്ങൾ പോലും ചർച്ചകളിലൂടെ അവസാനിപ്പിക്കുന്ന കാലത്ത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ചു തീർക്കാൻ നമ്മൾ പഠിക്കണം എന്നും സുബീഷ് തെക്കൂട്ട് പറഞ്ഞു. നമ്മുടെയൊക്കെ വീടിന് ഒരു വരാന്ത അല്ലെ, അകത്തേക്ക് കടന്നാൽ ഒരു ഹാള്, പിന്നെ ഒരു അടുക്കള, കിടക്കാനുള്ള 1-2 മുറികൾ അല്ലെ. എനിക്ക് വീടില്ല, എനിക്ക് അങ്ങനത്തെ മുറികളുമില്ല. എനിക്കിപ്പോ 40 വയസ്സ് കഴിഞ്ഞു, ഞാൻ പ്രായമൊന്നും കഴിഞ്ഞില്ല. പക്ഷെ ഭൂമിയിൽ ഒരിടത്തും എനിക്ക് 1 സെന്റ് സ്ഥലമോ വീടോ ഇല്ല. ഞാൻ തിരുവനന്തപുരത്ത് വാടക വീട്ടിലാണ് കുറേ വർഷങ്ങൾ താമസിച്ചത്. ഇപ്പോൾ കൊച്ചിയിൽ പനമ്പള്ളി നഗറിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് വീട് വെക്കാനുള്ള ഉദ്ദേശവുമില്ല. കാരണം എനിക്ക് ലോൺ എടുത്ത് EMI അടച്ച് ജീവിതം ദുരിതപൂർണ്ണമാക്കാൻ ഒരു ആഗ്രഹവുമില്ല. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടെ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. എനിക്ക് പ്രഷറില്ല, ഷുഗറില്ല. സ്കൂളിലെ 400ഓളം വിദ്യാർത്ഥികളുമായി അദ്ദേഹം 5 മണിക്കൂർ സംവദിച്ചു. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. നേരത്തെ PTA പ്രസിഡന്റ് കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തൃത്തല AEO കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. HM ജയദ, PB അഭിലാഷ്, ചന്ദ്രശേഖരൻ മാസ്റ്റർ, പ്രേംകുമാർ, ശ്രീജിത്ത് P, അഭിജിത്ത് MM, നിമിഷ P, അനുജ VS, സാജൻ മാസ്റ്റർ, റോജി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ കൊരട്ടിക്കര പാടശേഖരത്തിലെ വിരിപ്പു കൃഷിയുടെ കൊയ്ത്തു തുടങ്ങി. കാലാവസ്ഥ അനുകൂലമല്ലാത്തതും വിരിപ്പു കൃഷിയിൽ വലിയ മെച്ചമില്ലാത്തതിനാലും ചുരുക്കം കർഷകർ മാത്രമാണ് ഇത്തവണ കൃഷി ഇറക്കിയത്. കൊരട്ടിക്കര പാടശേഖരത്തിൽ ഉമാവിത്താണ് ഉപയോഗിച്ചിരുന്നത്. മികച്ച വിളവ് ലഭിച്ചില്ലെങ്കിലും നഷ്ടം സംഭവിക്കില്ലെന്നാണ് കർഷകരുടെ കണക്കുകൂട്ടൽ. ക്ഷേത്ര പരിസരത്ത് സംഭരിച്ചിരിക്കുന്ന നെല്ല് സമയബന്ധിതമായി മില്ലുകാർ കൊണ്ടുപോയില്ലെങ്കിൽ മഴയും മഞ്ഞുമേൽക്കാതെ സൂക്ഷിക്കേണ്ടി വരുന്നത് അധിക ചെലവിനിടയാക്കുമെന്ന് കർഷകർ പറയുന്നു. സംഭരണ വില 30 രൂപയാണെങ്കിലും നെല്ലെടുക്കാൻ മില്ലുകാർ തയ്യാറാകാത്തത് കാരണം 24 രൂപയ്ക്ക് സ്വകാര്യ മില്ലുകൾക്ക് നെല്ല് നൽകേണ്ട അവസ്ഥയാണെന്നും ഇവർ പറഞ്ഞു. നെല്ലു സംഭരണവും വിലയും വൈകാതെ ലഭിച്ചാൽ മാത്രമേ മുണ്ടകൻ കൃഷിക്കായി ഒരുക്കങ്ങൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന കടവല്ലൂർ പഞ്ചായത്ത് സംഗമോത്സവത്തിന്റെ 2ാം ദിനത്തിൽ വയോജന സംഗമം നടന്നു. പാലിയേറ്റീവ് മാനേജ്മെന്റ് കമ്മിറ്റിയും കുടുംബാരോഗ്യ കേന്ദ്രവും പഞ്ചായത്തും ചേർന്ന് നടത്തിയ സംഗമം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾക്കായി നിരവധി പദ്ധതികളാണ് പഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്നതെന്നും ക്ഷേമ പെൻഷൻ, ആരോഗ്യ സംരക്ഷണം, പകൽവീട് എന്നിങ്ങനെ പ്രായമായവരുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനുള്ള നിരവധി പദ്ധതികളാണ് സർക്കാർ നടത്തുന്നതെന്നും MLA പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വിശിഷ്ടാതിഥിയായും ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ മുഖ്യാതിഥിയുമായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിന്ദു ധർമ്മൻ, പ്രഭാത് മുല്ലപ്പള്ളി, ജയകുമാർ പൂളയ്ക്കൽ, ICDS സൂപ്പർവൈസർ PU അശ്വതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത മദ്ദള കലാകാരൻ ഗോപാലകൃഷ്ണൻ, ഇലത്താള കലാകാരൻ അനിയൻ നായർ എന്നിവരെയും വയോജനങ്ങളെയും ആദരിച്ചു. അതിൽ ഉറുമിയില് പണ്ടേ ആരാന്ന ഒത്തുപിടിക്കണത് ആരാന്ന തീയാടാൻ തിറയാടാൻ മാണിക്കാവിൽ ഉറഞ്ഞാടാൻ ഓനന്ന് കുട്ടിന് വന്നത് ഓനന്ന് ഒന്നോരും പോയോരും ചോര പൊടിച്ചൊരു മണ്ണന്ന് കതിരെല്ലാം കെട്ടണ പതിരല്ല പാറ്റണ നിറയട്ട് കഞ്ഞിന് ചിന്താരോ. അതുപോലെ മറ്റൊരു പാട്ടുണ്ട് ഉറുമിയിൽ തന്നെ. വടക്ക് കൊട്ടണം തെക്ക് തെച്ചോടും വെക്കണം കിഴക്കിലെ മൈനെ കാണാം പടിഞ്ഞാട്ടിൽ എന്താവോ.
പൂർവ്വ വിദ്യാർത്ഥിയെക്കുറിച്ച് പാഠപുസ്തകത്തിൽ പഠിക്കാനായതിന്റെ സന്തോഷത്തിലാണ് പാവർട്ടി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. പുതിയ പാഠ്യപദ്ധതിയിൽ 7ാം തരം വിദ്യാർത്ഥികളാണ് വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ എ അയ്യപ്പനെക്കുറിച്ച് പഠിക്കുന്നത്. ലോകപ്രശസ്ത നരവംശ ശാസ്ത്രജ്ഞനും പാവർട്ടി സ്വദേശിയുമായ ഡോക്ടർ എ അയ്യപ്പനെ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളയുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി. 7ാം തരം സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന ശീർഷകത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡോക്ടർ എ അയ്യപ്പനെക്കുറിച്ച് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടാനും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അവസരം ലഭിച്ചിരിക്കുകയാണെന്ന് ഡോക്ടർ എ അയ്യപ്പൻ ഫൗണ്ടേഷൻ ചെയർമാൻ റാഫി നീലങ്കാവിൽ പറഞ്ഞു. പാവർട്ടിയിൽ 1905 ഫെബ്രുവരി 5-നാണ് ഐനിപ്പുള്ളി അയ്യപ്പൻ ജനിച്ചത്. ഏഷ്യയിലെ നരവംശശാസ്ത്ര സംഘടനയുടെ അധ്യക്ഷൻ, കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ, മദ്രാസ്, ആന്ധ്ര, ഒഡീഷ്യ സർവകലാശാലകളിൽ പ്രൊഫസർ, മദ്രാസ് മ്യൂസിയം ക്യൂറേറ്റർ, ആർട്ട് ഗാലറി സൂപ്രണ്ട്, കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ അംഗം തുടങ്ങി നിരവധി പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഒട്ടേറെ കൃതികൾ രചിച്ച അദ്ദേഹത്തെ വിവിധ അംഗീകാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. 1988 ജൂൺ 28-നാണ് ഡോക്ടർ എ അയ്യപ്പൻ വിട പറഞ്ഞത്. അതും സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ടവരെ, തുണിച്ചേരും, അതുപോലെ തന്നെ ഗോത്രവർഗങ്ങളും നായാടികളും, അങ്ങനെ സമൂഹം ഏറ്റവും ഒന്നിനും കൊള്ളാത്തവരെന്ന് കരുതിയിരുന്ന സമൂഹം അവഗണിച്ചവരെ കുറിച്ച് അദ്ദേഹം പഠനം നടത്തി. അദ്ദേഹം സ്വന്തം ഗ്രാമത്തെക്കുറിച്ച് പഠനം നടത്തി. ആ ഗ്രാമത്തെക്കുറിച്ചുള്ള പഠനം നടത്തി അദ്ദേഹം സോഷ്യൽ റവല്യൂഷൻ ഇൻ കേരള വില്ലേജ് എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം എഴുതുന്നു. അങ്ങനെ ഒത്തിരിയേറെ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള പഠനങ്ങള് ഇന്ന് പാഠപുസ്തകത്തിലെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതം പുതിയ തലമുറയ്ക്ക് പഠിക്കാനും അതിനെക്കുറിച്ച് ഉൾക്കൊള്ളാനും സാധിക്കുന്നു എന്നത് വലിയ കാര്യമാണ്. ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം കൂടിയാണത്. അങ്കണവാടി ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച LDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU എലവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാട്ടുകരയിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ആഹ്ലാദ പ്രകടനത്തിന് ശേഷം ചേർന്ന പൊതുയോഗം CITU മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രതിഭ പവിത്രൻ അധ്യക്ഷയായി. മുല്ലശ്ശേരി പ്രോജക്ട് സെക്രട്ടറി NB ജയ, CITU പഞ്ചായത്ത് കോർഡിനേറ്റർ TD സുനിൽ, യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീബിത ഷാജി, ട്രഷറർ ഗീത, CPIM ലോക്കൽ സെക്രട്ടറിമാരായ PA ഷൈൻ, BR സന്തോഷ് എന്നിവർ സംസാരിച്ചു. പഴയകാല ചരിത്രങ്ങൾ പഠിക്കുന്നതും തലമുറകളിലേക്ക് പകർന്നു നൽകേണ്ടതും കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ. പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രത്തിന്റെ ചരിത്ര വഴികളിലൂടെ സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നവീകരിച്ച ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്ര കെട്ടിടത്തിന്റെ പുതിയ OP ബ്ലോക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് പഴയകാല പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് ഒപ്പം 2025 എന്ന പേരിൽ ചരിത്ര സംവാദം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും സാംസ്കാരിക പ്രവർത്തകനുമായ ജെയിംസ് കാട്ടൂക്കാരൻ മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ നിവ്യ റനീഷ്, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷക്കീല ഷമീർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മാധ്യമ സാംസ്കാരിക പ്രവർത്തകൻ TV ജോൺസൺ, കൊച്ചുലാസർ, റിട്ടയേർഡ് PHN KM ഷെമീന, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇൻചാർജ് നിത ശ്രീനി എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ചിന്ത KP സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് നന്ദിയും പറഞ്ഞു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ മേജർ PJ സ്റ്റൈജു മോഡറേറ്ററായി. സംവാദത്തിൽ പങ്കെടുത്തവരെ പുരസ്കാരം നൽകി ആദരിച്ചു. സംവാദത്തോടനുബന്ധിച്ച് പുഞ്ചിരി മത്സരവും വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത കലാപരിപാടികളും വേലൂർ ജീവജ്വാല അവതരിപ്പിച്ച ഞമ്മടെ പാട്ടോള് എന്ന പ്രത്യേക സംഗീത പരിപാടിയും അരങ്ങേറി. ചാവക്കാട് ദേശീയപാത 66 തിരുവത്ര ഓവർ ബ്രിഡ്ജിന് മുകളിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരാണ് പാമ്പിനെ കണ്ടത്. പാലത്തിനു താഴെയുള്ള കുറ്റിക്കാടുകളിൽ നിന്നും പാലത്തിനു മുകളിലേക്ക് കയറിയതാവാം എന്ന് നാട്ടുകാർ പറഞ്ഞു. എടക്കഴിയൂർ സ്വദേശിയായ സ്നേക്ക് ക്യാച്ചർ ബീരാൻകുട്ടി സ്ഥലത്തെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്.
12 ദിനരാത്രങ്ങൾ നാദ നൃത്ത വർണ്ണ വിസ്മയം തീർത്ത വെള്ളാറ്റന്നൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ നിറമാല ആഘോഷത്തിന് സമാപനമായി. തുലാം 1 മുതൽ 12 കൂടിയാണ് കേരളത്തിലെ മികച്ച കലാകാരന്മാർ പങ്കെടുക്കുന്ന നിറമാല ആഘോഷം നടന്നത്. ക്ഷേത്രോത്സവ വേദിയായ ശങ്കരൻ നമ്പീശൻ സ്മാരക വേദിയിൽ രഘു വെള്ളിനേഴി, ചാലക്കുടി രോഹിത് നമ്പീശൻ എന്നിവരുടെ ഡബിൾ തായമ്പകയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. വെള്ളാറ്റന്നൂർ നൂബറിയുടെ തിരുവാതിരക്കളി, വെള്ളാറ്റന്നൂർ പ്രദീപ്, പനങ്ങാട് പുരുഷോത്തമൻ എന്നിവർ നേതൃത്വം നൽകിയ പഞ്ചവാദ്യം, കുചേലവൃത്തം, മേജർ സെറ്റ് കഥകളി, പഞ്ചമദ്ദളകേളി, കാവ്യ ഹരീഷിന്റെ കുച്ചുപ്പുടി, വേദ ദിലീപ്, രാജശ്രീദേവൻ, ഉമാ രാമചന്ദ്രൻ എന്നിവരുടെ സംഗീതാർച്ചന, വയലിൻ വിദ്വാൻ ഗുരുവായൂർ നാരായണന് സമ്മാനിക്കുന്ന കലാശ്രേഷ്ഠ അവാർഡ് വിതരണം, വി.ആർ. ദിലീപ് കുമാറിന്റെ സംഗീത കച്ചേരി, മോഹിനിയാട്ടം, നൃത്തനൃത്യങ്ങൾ, പാർവതിക്കളി സംഘത്തിന്റെ തിരുവാതിരക്കളി, ചെന്നൈ ദിവ്യ മേനോൻ അവതരിപ്പിക്കുന്ന ഭരതനാട്യം, മാധവം നൃത്ത സ്കൂളിന്റെ നൃത്തനൃത്യങ്ങൾ, തൃപ്പാദം കുറുവന്നൂരിന്റെ തിരുവാതിരക്കളി, രഘുനാഥ് സാവിത്രിയുടെ പുല്ലാങ്കുഴൽ കച്ചേരി, ശില സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിന്റെ ഭരതനാട്യം രംഗാവതരണം, മദ്ദള വിദ്വാൻ ശങ്കരൻ നമ്പീശൻ സ്മാരക ട്രസ്റ്റിന്റെ അനുസ്മരണ സമ്മേളനം ഉണ്ടായി. തുടർന്ന് പ്രശസ്തരായ കലാകാരന്മാർ അണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം, വിനോദ് ഹരിദാസ് അവതരിപ്പിച്ച വയലിൻ കച്ചേരി, പനങ്ങാട്ടുകര ദുർഗ കലാനിലയത്തിന്റെ തിരുവാതിരക്കളി, ഇരിങ്ങാലക്കുട പാർവതി കലാകേന്ദ്രത്തിന്റെ സീതാ സ്വയംവരം മേജർ സെറ്റ് കഥകളി. സമാപന ദിവസം മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന ട്രിപ്പിൾ തായമ്പകയും നടന്നു. നിറമാലാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നിറമാല, വിശേഷാൽ പൂജകൾ, ചുറ്റുവിളക്ക്, ദീപാരാധന, കേളി, ഉദയാസ്തമന പൂജയും ഉണ്ടായി. കുന്നംകുളം ഡെന്റൽ അസോസിയേഷൻ നേതൃത്വത്തിൽ സൗജന്യ ദന്ത പരിശോധനയും കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. കുന്നംകുളം CMS PG സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ഷിബു മോൻ നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് മഞ്ജു ടീച്ചർ അധ്യക്ഷയായിരുന്നു. ഡോക്ടർ രജീഷ്, ഡോക്ടർ ഡെറിക് എന്നിവർ ദന്തരോഗ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഡോക്ടർ സിബി, ഡോക്ടർ ഗിഡ്സി എന്നിവർ ദന്തപരിശോധന നടത്തി വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. റീജിയണൽ ഡെന്റൽ ക്ലബ് എന്ന പേരിൽ 1996 15 മെമ്പർമാരുമായാണ് കുന്നംകുളത്ത് ഡെന്റൽ അസോസിയേഷൻ പ്രവർത്തനം തുടങ്ങിയത്. സാമൂഹിക സേവനത്തിലൂന്നിയ നിരവധി പ്രവർത്തനങ്ങളാണ് നിലവിൽ അസോസിയേഷൻ നടത്തിവരുന്നത്. ഈ വർഷം പറമ്പിക്കുളത്തെ ആദിവാസി ഊരുകളിൽ ദന്താരോഗ്യ ക്യാമ്പും അവർക്കാവശ്യമായ ടോർച്ചുകൾ, കമ്പിളികൾ എന്നിവ കേരള വനംവകുപ്പിന്റെ സഹകരണത്തോടെ നൽകിയിരുന്നു. കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലുമായി വിവിധയിടങ്ങളിൽ ദന്താരോഗ്യ ബോധവൽക്കരണവും ക്യാമ്പുകളും നടത്തിവരുന്നതായി മേഖലാ ഡെന്റൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ജോവി ഊക്കൻ, സെക്രട്ടറി ജിജിൻ ജോയ് പനക്കൽ എന്നിവർ അറിയിച്ചു. സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇരട്ടകളായ അമൃത അനിൽകുമാറിനെയും അമേയ അനിൽകുമാറിനെയും കാട്ടകമാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. കോൺഗ്രസ് നേതാവ് കെ ജയശങ്കർ ആദരയോഗം ഉദ്ഘാടനം ചെയ്തു. ഉപഹാരം സമ്മാനിച്ചു. പഞ്ചായത്ത് മെമ്പർ MA അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ എന്നിവർ ത്രിവർണ്ണ ഷാൾ അണിയിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ NM റഫീഖ്, സോണി സക്കറിയ, ശശിധരൻ കണ്ടംപുള്ളി, ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അതിയാരത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. കാട്ടകമ്പാൽ ആനപ്പറമ്പ് കണ്ടംപുള്ളി വീട്ടിൽ അനിൽകുമാർ, വിനീത ദമ്പതികളുടെ മക്കളാണ് കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ അമൃതയും അമേയയും. ഗുരുവായൂർ ബ്രഹ്മകുളം സെന്റ് തെരേസസ് ഗേൾസ് ഹൈസ്കൂളിൽ സ്പേസ് എക്സിബിഷൻ സംഘടിപ്പിച്ചു. കുട്ടികളിൽ ശാസ്ത്രാവബോധം വളർത്തുന്നതിനായി ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ ISROയുടെ സഹകരണത്തോടെയാണ് എക്സിബിഷൻ നടത്തിയത്. വാർഡ് കൗൺസിലർ ഷിൽവ ജോഷി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV ജെൻസൺ, പ്രധാന അധ്യാപിക സിസ്റ്റർ ഡെയ്സ് മരിയ തുടങ്ങിയവർ സംസാരിച്ചു. സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പ്രദർശനം കാണാൻ എത്തിയിരുന്നു. പഴഞ്ഞി കോട്ടൂൽ പള്ളി പെരുന്നാൾ ആഘോഷം വർണ്ണാഭമായി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കോട്ടോൽ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിലെ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളും ഇടവകയുടെ 40ാം സ്ഥാപിത പെരുന്നാളും ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയും ശ്ലൈഹിക വാഴ്വും നേർച്ച വിതരണവും നടന്നു. തുടർന്ന് പള്ളിയിൽ നിന്നും ആരംഭിച്ച
വിവിധ കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ പുലർച്ചെ പള്ളിയിലെത്തി സമാപിച്ചു. ബുധനാഴ്ച രാവിലെ പ്രഭാത നമസ്കാരത്തിന് ശേഷം നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യഘോഷങ്ങളോടെ ആരംഭിച്ച പെരുന്നാൾ എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് പള്ളിയിലെത്തി സമാപിച്ചു. തുടർന്ന് കൊടിയും സ്ലീബായുമായി പ്രദക്ഷിണവും ആശീർവാദത്തിനും ശേഷം പൊതുസദ്യയോടെ പെരുന്നാൾ ചടങ്ങുകൾക്ക് സമാപനമായി. വികാരി ഫാദർ ലൂക്ക് ബാബു, ട്രസ്റ്റി CK ഷിജു, സെക്രട്ടറി അഭിലാഷ് P സൈമൺ എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. തൃത്താല ഉപജില്ലാ കലോത്സവത്തിന് വേദിയാകുന്ന വട്ടേനാട് ഹൈസ്കൂളിൽ പ്രധാന വേദിയായ VT ഭട്ടതിരിപ്പാട് നഗറിന്റെ സ്പോൺസർഷിപ്പ് തുക വിദ്യാലയത്തിലെ 89-90 SSLC ബാച്ച് കൈമാറി. സ്പോൺസർ തുകയായ 20,000 രൂപ 89-90 SSLC ബാച്ചിന്റെ പ്രസിഡന്റ് T ജയപ്രകാശ്, ട്രഷറർ നൌഷാദ്, ജോയിന്റ് സെക്രട്ടറി ജിഷ, ഗ്രൂപ്പിന്റെ അഡ്മിൻ അനിൽകുമാർ, എക്സിക്യൂട്ടീവ് അംഗം റസാഖ് എന്നിവർ ചേർന്ന് ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ KA ഷംസുവിന് കൈമാറി. ചടങ്ങിൽ സംഘാടക സമിതി കൺവീനർ, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ അഞ്ജന, വട്ടേനാട് ഹൈസ്കൂൾ PTA പ്രസിഡന്റ് M പ്രദീപ്, SMC ചെയർമാൻ മഹിമ സിദ്ദിഖ്, രേഖ ടീച്ചർ എന്നിവർ പങ്കെടുത്തു. SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. UAE തിരുവത്ര മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. അബുദാബി ഫോക്ലോർ അക്കാദമി ഹാളിൽ നടന്ന യോഗത്തിന്റെ ആദ്യ സെഷനിൽ പ്രസിഡന്റ് EP മൂസ ഹാജി അധ്യക്ഷത വഹിച്ചു. സിംസാറുൽ ഹഖ് ഹുദവി മുഖ്യ പ്രഭാഷണം നടത്തി. വർക്കിംഗ് പ്രസിഡന്റ് താഴത്തുകോയ സ്വാഗതവും സെക്രട്ടറി ഫിറോസ് ചാലിൽ നന്ദിയും പറഞ്ഞു. സാംസ്കാരിക പരിപാടികളിൽ കോൽക്കളി, മുട്ടിപ്പാട്ട്, ക്വിസ് മത്സരങ്ങൾ എന്നിവ നടന്നു. ലുലു ഗ്രൂപ്പ് COO VI സലീം ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം ചെയ്തു. EP മൂസ ഹാജി അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് KH താഹിർ ആമുഖപ്രസംഗം നടത്തി. എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാഷിദ് അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയായി. ദുബായ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി TS ഷറഫുദ്ദീൻ, ഷാർജ അജ്മാൻ കമ്മിറ്റി പ്രസിഡന്റ് സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു. സംഗമത്തിൽ 35 വർഷത്തിലേറെയായി പ്രവാസ ജീവിതം നയിച്ച 30ഓളം മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ച അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളായ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് B.Ed ലേണിംഗ് ഡിസബിലിറ്റിയിൽ 3ാം റാങ്ക് നേടിയ തസ്നീം സക്കരിയ, +2 പരീക്ഷയിൽ ഫുൾ A+ഉം ഗോൾഡൻ വിസ നേടുകയും ചെയ്ത KS സന നസ്രീൻ, 11ാം വയസ്സിൽ സ്വന്തമായി രചിച്ച ഇംഗ്ലീഷ് കഥ പ്രസാദനം ചെയ്ത സയ്യാൻ ഫിറോസ്, റയ്യാൻ ഫിറോസ് എന്നിവരെയും ആദരിച്ചു. ജനറൽ സെക്രട്ടറി KK സിദ്ദീഖ് സ്വാഗതവും ട്രഷറർ KP സക്കറിയ നന്ദിയും പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഉറപ്പാക്കുക, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുന്നംകുളം ശബരിമല കർമ്മസമിതി പൊതുയോഗം സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് T സുരേഷ് അധ്യക്ഷത വഹിച്ചു. തപസ്യ കലാസാഹിത്യവേദി തൃശൂർ ജില്ലാ ഉപാധ്യക്ഷൻ മുരളി വെള്ളിത്തിരുത്തി, യോഗക്ഷേമസഭ കുന്നംകുളം ഉപസഭ ട്രഷറർ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ചിറ്റഞ്ഞൂർ കാവിലക്കാട് ഭഗവതി ക്ഷേത്രം സെക്രട്ടറി അനിൽകുമാർ, തത്വരസികൻ പ്രസാദ് പുളിക്കൽ, മഹിളാ ഐക്യവേദി കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് ധനലക്ഷ്മി ടീച്ചർ, രാഷ്ട്രീയ സ്വയം സേവക് സംഘം കുന്നംകുളം ഖണ്ഡ് ഭൗതിക് ശിക്ഷൻ പ്രമുഖ TD ദിലീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ സഹസംഘടനാ സെക്രട്ടറി AS പ്രേംരാജ്, താലൂക്ക് ജനറൽ സെക്രട്ടറി TS രമേശ്, താലൂക്ക് സെക്രട്ടറി സന്തോഷ് ചൊവ്വല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ ശബരിമലയിലും ഇന്ന് എന്ത് ബാക്കിയുണ്ട്? ശബരിമലയല്ല, ദേവസ്വം ബോർഡ് ഭരിക്കുന്ന 100 ക്ഷേത്രങ്ങളുടെ അവസ്ഥ ഇതാണ്. നമുക്കറിയാം. എന്തിനാണിത്? സമ്പത്തിന് മാത്രമാണോ? സമ്പത്തിനാണെങ്കിൽ ഇഷ്ടംപോലെ സ്വർണ്ണ കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെയും ഇവിടെയൊക്കെ ഒളിപ്പിച്ചു കൊണ്ടിരുന്ന സ്വർണത്തെ പറ്റിയും കേട്ടിട്ടുണ്ട്. അതൊന്നും ഏതായാലും നമുക്ക് ശീലമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം സ്വർണത്തിനൊന്നും പുറകെയല്ല പോയേക്കരുത്. അപ്പോൾ കേവലം സ്വർണം അടിച്ചെടുക്കുക, അത് സ്വർണം എവിടെ കണ്ടാലും ഈ ഇരുമ്പ് കാന്തം ഇരുമ്പിനെ ആകർഷിക്കും അല്ലേ? ഇരുമ്പ് എവിടെ കണ്ടാലും കാന്തം ആകർഷിക്കും. ഈ മണ്ണിന്റെ മുകളിൽ കൂടി ഇരുമ്പ് കാന്തത്തിന്റെ ഒരു കഷ്ണം കൊണ്ടായാൽ കുറെ ഇരുമ്പ് പൊടി പിടിക്കും. കാരണം മണ്ണിൽ ഇരുമ്പുണ്ട് നമുക്കറിയില്ല, പക്ഷേ മണ്ണിന്റെ മുകളിൽ കൂടി ഒരു കാന്തം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ചെയ്തിരുന്നാണല്ലോ. അതിങ്ങനെ വെച്ചാൽ നിറയെ കറുത്ത പൊടി ഇങ്ങനെ പിടിക്കും, ഇരുമ്പിന്റെ പൊടിയാണ്. അപ്പൊ മണ്ണിന്ന് പോലും കാന്തം ഇരുമ്പിനെ ആകർഷിച്ചെടുക്കും. നമുക്ക് സത്യം.
SIR കേരളത്തിൽ തിരക്ക് പിടിച്ച് നടപ്പാക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് CPIM പന്നിത്തടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KM നൌഷാദ് സമരം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊളന്നൂർ അധ്യക്ഷത വഹിച്ചു. PS പുരുഷോത്തമൻ, MK ശശിധരൻ, സുബിൻ S, ഷീജ മണി, KK മണി തുടങ്ങിയവർ നേതൃത്വം നൽകി. V ശങ്കരനാരായണൻ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നന്ദിയും പറഞ്ഞു. വെൽഫെയർ പാർട്ടി സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയുടെ ഭാഗമായി വൃക്ക മാറ്റിവെച്ച കൊരട്ടിക്കരയിലെ ഗൃഹനാഥന് വായ്പ നൽകി. കൊരട്ടിക്കരയിലെ ചെറുകിട കച്ചവടക്കാരൻ അൻവർ പരുവക്കുന്നിന് കരിമ്പിൻ ജ്യൂസ് മെഷീൻ വാങ്ങുന്നതിനായി 25,000 രൂപ വെൽഫെയർ പാർട്ടി പരസ്പര സഹായ നിധിയിൽ നിന്നും വായ്പയായി നൽകി. സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം FITU വഴിയോര കച്ചവട ക്ഷേമ സമിതി കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ നിർവഹിച്ചു. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, ജില്ലാ കമ്മിറ്റി അംഗം ഷബീർ അഹ്സൻ, MH റഫീഖ്, ഷമീറ നാസർ എന്നിവർ സംസാരിച്ചു. UAE-യിലെ കുന്നംകുളം നിവാസികളുടെ സാംസ്കാരിക സംഘടന സമത കുന്നംകുളം 15ാം വാർഷികാഘോഷം ദുബായ് അൽ ഗുസൈസിലെ ക്രസന്റ് ഇംഗ്ലീഷ് സ്കൂളിൽ സംഘടിപ്പിച്ചു. വാർഷികാഘോഷം സിനിമാ താരം ഇന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലോക കേരള സഭാ അംഗം NK കുഞ്ഞഹമ്മദ്, സമത കുന്നംകുളം സെക്രട്ടറി സൈഫുദ്ദീൻ, പ്രസിഡന്റ് സുശീൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കുന്നംകുളത്തെ സാംസ്കാരികവും പൗരാണികവുമായ പ്രത്യേകതകളെ ഉൾക്കൊള്ളുന്ന വീഡിയോ പ്രദർശനവും ഉണ്ടായി. തെയ്യം, കാള, കാവടി, ശിങ്കാരിമേളത്തോടുകൂടിയ ഘോഷയാത്രയും ശ്രദ്ധേയമായി. തുടർന്ന് അജു ജോസഫ്, ലൈവ് ബാൻഡ്, ലിബിൻസ്കറിയ എന്നിവർ ചേർന്നൊരുക്കിയ സംഗീത വിരുന്നും ഉണ്ടായി. വാർഷികാഘോഷത്തിന് സമത ഭാരവാഹികൾ നേതൃത്വം നൽകി. 7,000-ഓളം പേർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,135 രൂപ, പവന് 89,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 158 രൂപ. ചരമം കരിക്കാട് കടമന കരുമത്തിൽ ഉണ്ണികൃഷ്ണൻ നായർ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പരേതയായ വത്സല കുന്നത്താട്ടിൽ ഭാര്യയും നിഖില നിതീഷ് എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൃശ്ചിക മാസത്തിലെ ഏകാദശിയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഗുരുവായൂർ ദേവസ്വത്തിന് തിരിച്ചടി. വൃശ്ചിക മാസത്തിലെ ഉദയാസ്തമന പൂജ ഡിസംബർ 1 തന്നെ നടത്തണമെന്ന് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഭരണപരമായ സൗകര്യം വെച്ച് തന്ത്രിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്ന് കോടതി. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര വെള്ളിയാഴ്ച നടക്കും. ശനിയാഴ്ച മുതൽ ഏകാദശി വിളക്കാഘോഷങ്ങൾക്ക് തുടക്കമാകും. കടവല്ലൂർ കൊരട്ടിക്കര പാടശേഖരത്തിലെ വിരിപ്പ് കൃഷിയുടെ കൊയ്ത്ത് തുടങ്ങി. നെല്ല് സമയബന്ധിതമായി മില്ലുകാർ കൊണ്ടുപോയില്ലെങ്കിൽ മഴയും മഞ്ഞുമേൽക്കാതെ സൂക്ഷിക്കേണ്ടി വരുന്നത് അധിക ചെലവിനിടയാക്കുമെന്ന് കർഷകർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.